ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ചെട്ടിനാട് ടൈല്. അപ്പോൾ വളരെ ഇമ്പ്രസീവായിട്ട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് വളരെ ഗ്ലോസ് ആയിട്ട് ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെട്ടിനാട് ടൈല് ബുക്ക് ചെയ്ത് അവിടുന്ന് ഒരു 20 ദിവസം മുന്നേ ബുക്ക് ചെയ്ത് പകുതി പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് അവരിവിടെ സാധനം ഡെലിവറി ചെയ്ത്. പക്ഷേ അവരെ ലേ ചെയ്യാൻ അവിടുന്ന് ആൾ വന്നിരുന്നത് ഒരു പഴയ ഒരു അണ്ണനാണ് വന്നിരുന്നത്, കുറച്ച് പ്രായമുള്ള അണ്ണനായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒപ്പം ഈ സാധനം എത്തിയിട്ടില്ല എന്നാണ് ശരിക്കും വാസ്തവം. ഇതിൻ്റെ മെയിൻ വലിയ വിഷയം തന്നെ ക്ലോസ് ആയിട്ട് നോക്കുന്ന സമയത്ത് മഹാവൃത്തികേടാണ്. അതായത് പഴയ ടൈലൊക്കെ ഇവിടുന്ന് പൊളിച്ച് കൊണ്ടുവന്ന മാതിരിയാണ് ശരിക്കും ചെട്ടിനാട് ടൈൽ കണ്ടാൽ തോന്നുന്നത്. ഇതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയില്ലായിരുന്നു. പൈസ നല്ല പൈസ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഗ്രാനൈറ്റിനൊക്കെ വിരിക്കുന്ന പൈസ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അധ്വാനം പുറമെ വേറെയുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഒരു പഴയ ആ രീതിയിലുള്ള വീടാണ് വെച്ചതെന്നുള്ളതുകൊണ്ട് അത് തന്നെ വേണമെന്നുള്ളതായിരുന്നു എനിക്ക് ഒരു നിർബന്ധം ബുദ്ധിയിൽ തോന്നിയതാണ്. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ചെട്ടിനാട് ടൈല് ലേ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കും. ഫസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ആ സമയത്ത് ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്നത്, അതാണ് ഇവർ പരസ്യത്തിലേക്ക് പുറത്തേക്ക് വിടുന്നത് കേട്ടോ. പുറത്തേക്ക് പരസ്യം ചെയ്യുന്നതും ചെട്ടിനാട് ടൈലിൻ്റെ ഗ്ലോസ്നെസ് കണ്ടിട്ട് നമ്മളൊരു അട്രാക്റ്റീവ് ആവും. അങ്ങനെ അട്രാക്റ്റീവായി സാധനം ഓർഡർ ചെയ്താൽ നമ്മൾ വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ഞാനിത് മെയിനായിട്ട് ഗ്രാനൈറ്റ് മാർബിളൊന്നും വേണ്ട, ഹെൽത്ത് വൈസ് നോക്കാമെന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലേ ടൈല്, മണ്ണിൻ്റെ ആ ടൈലിൻ്റെ ആ ഒരു എഫക്റ്റ്, അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു 4/1 കൂടെ ഇത് നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത് കാലുവേദന ചെറിയ രീതിയിലുണ്ട്, എന്നാലും ഗ്രാനൈറ്റിൻ്റെ മാർബിളിന് അത്രയൊന്നും ഉണ്ടാവില്ല. തണുപ്പാണ്, ചെരുപ്പിടാതെ തണുപ്പ് കാലം കൊണ്ട് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ശരിക്കും കാലുവേദനയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ശരിക്കും കാലുവേദന എടുക്കും ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ, കുറച്ച് തണുപ്പ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വല്ലാതെ ആളുകൾ ശരിക്കും നേരിട്ട് പോയിട്ട് കണ്ടിട്ട് മാത്രം എടുക്കുക, ഏതെങ്കിലും ലേ ചെയ്ത് നേരിട്ട് പോയിട്ട് കണ്ടിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ മെയിനായിട്ട് ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക. ഇതേമാതിരി വെള്ളയോ യെല്ലോ ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക. നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഡാർക്ക് കളേഴ്സ് മാത്രം ചൂസ് ചെയ്യുക. അതായത് റെഡ് ചൂസ് ചെയ്യുക. റെഡ് ഡിസൈനൊക്കെയാണ് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ വൃത്തി എന്ന് പറഞ്ഞാൽ ലോങ് സൈറ്റ് മാത്രമേ ഉള്ളൂ. ക്ലോസ് ആയിട്ട് നോക്കുന്ന സമയത്ത് വൃത്തികേട് തന്നെയാണ്. പിന്നെ പഴയ ടൈലൊക്കെ ഇവിടുന്ന് വിരിച്ച് പിന്നെ വാങ്ങി വിരിച്ച ഒരു പ്രതീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെട്ടിനാട് ടൈലിൻ്റെ റിവ്യൂ ഇതാണ്. പിന്നെ എങ്ങനെയായാലും വൃത്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ശരിക്കും ഇളകി വന്നിട്ടുണ്ടതാണല്ലേ. ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ ക്ലേ ടൈലിന് ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. കാരണം ക്ലേ ടൈൽ മുന്നിലേക്ക് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ക്ലേ ടൈലിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്ലേ ടൈൽ വിട്ടേക്കുന്നത്. ഇത് പക്ക ക്ലേ കൊണ്ടുള്ള ടൈൽ തന്നെയാണ്. പൗഡർ കോട്ട് ടൈപ്പാണ് ഇത്. സത്യം പറഞ്ഞാൽ ഒരു 3 വർഷമായിട്ടും പോളിഷൊന്നും ചെയ്തില്ലെങ്കിലും കൂടെ യാതൊരു വിഷയവുമില്ല. പിന്നെ ഏതൊരു തണുപ്പത്തും ഏതൊരു മഴയത്തും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ക്ലൈമറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ, ഇല്ല മഴയത്ത് ഉപയോഗിക്കാം എന്നുള്ളതല്ല. ഏതൊരു കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് ചെരുപ്പിടാതെ നടക്കാൻ പറ്റിയൊരു ടൈല്. പിന്നെ പോളിഷൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്സ് പോളിഷ് മാത്രം ചെയ്യുക. ഒരു കാരണവശാലും ക്ലിയർ കോട്ട് ഉപയോഗിക്കരുത്. പിന്നെ ഇത് ലേ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മാത്രം ലേ ചെയ്യുക. പിന്നെ ഉണ്ടാവും നനക്കാതിരിക്കുക കേട്ടോ. സിമെൻറ്റിൽ തന്നെ പിന്നെ ഗം ഉപയോഗിക്കരുത്. സിമെൻറ്റിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ ഗ്രൂ ഒക്കെ വന്നേക്കുന്നത് റെഡ് ഓക്സൈഡിലാണ്. റെഡ് ഓക്സൈഡിൽ രണ്ടാമത് ഫില്ല് ചെയ്ത് സിട്രിക്ക പിന്നെ മറ്റേ നമ്മളെ സുർക്ക ഉപയോഗിച്ചിട്ട്, കടലിൽ കിട്ടുന്ന സുർക്ക ഉണ്ടല്ലോ, സുർക്ക ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്, ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. അതല്ലാതെ പല ആളുകളും എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ക്ലേ ടൈൽ ഗമ്മിലിട്ടിട്ട് വൃത്തികേടായി, ഗമ്മിലിട്ട് ഒട്ടിക്കുന്ന ആൾ വെള്ളം നനയ്ക്കാതെ അതായത് കുതിർക്കാതെ, വെള്ളത്തിലിട്ട് കുതിർക്കാതെ ഒട്ടിച്ചു. ചില ടൈലുകൾ വിയറ്റ്നാമിൽ നിന്ന് ടൈല് വരുന്നുണ്ട്. പിന്നെ ക്ലേ ടൈൽ എന്ന് പറഞ്ഞായിട്ട് തട്ടിപ്പിൽ പല ടൈലുകളും കിട്ടുന്നുണ്ട്. പക്ഷേ ക്ലേ ടൈലാണോ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അതാണ് ശരിക്കും മണ്ണ് കേട്ടോ. ആ മണ്ണിൻ്റെ എഫക്റ്റ് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അത് ശരിക്കും മനസ്സിലാക്കുക. ഹെൽത്തും ആ ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ സിമെൻറ്റിലല്ലാതെ ഒട്ടിക്കരുത്. അതേമാതിരി ഇത് ഒട്ടിച്ചതിന് ശേഷം ഒരിക്കലും ക്ലിയർ കോട്ട്, ഇപ്പോക്സി ടൈപ്പ് കോട്ടിംഗ് ഒന്നും അടിക്കരുത്. ആ കോട്ടിങ് അടിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഒരു എഫക്റ്റ് പോവും. മണ്ണും നമ്മളെ കാലെല്ലാം ഒരു ഡയറക്റ്റുള്ള സ്പർശനം ഇല്ലാതാവും. ബാക്സോട്ട് മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ക്ലേ ടൈൽ എന്നുള്ളത് വൃത്തിയുണ്ട്, ശരിക്കും ലേ ചെയ്തത് വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്.
പോളിഷ് ചെയ്ത പിന്നെ വാക്സ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വാട്ടർ പ്രൂഫ് ആവും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലേ ടൈൽ സെലക്ട് ചെയ്യുന്ന ക്ലേ ടൈൽ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. എൻ്റെ എക്സ്പീരിയൻസ് ആണ്, 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയറോ മറ്റോ നിലത്തിൽ വിരിക്കുക അല്ലെങ്കിൽ പിന്നെ വലിക്കുക അല്ലാതെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെറിയ സ്ഥലത്ത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ കാണണം. അതിൻ്റെ എക്സ്ട്രാ ഒരു 10-15 ടൈൽ നമ്മൾ വേറെ കരുതി വെച്ചാൽ മതി. അത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നുള്ളൂ. എന്നാലും ആരോഗ്യമാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ കാലിൻ്റെ ആരോഗ്യമാണ്, നിങ്ങളുടെ ഹെൽത്താണ്. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ബുദ്ധിമുട്ടില്ലാതെ നടക്കണം, ചെരുപ്പിടാതെ നടക്കാമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കുന്ന ക്ലേ ടൈലാണ്. ഒരിക്കലും ചെട്ടിനാട് കഴിഞ്ഞാൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് യാതൊരു തൃപ്തി ഇല്ലാത്തൊരു ടൈലാണ് ചെട്ടിനാട് ടൈല്. പിന്നെ എൻ്റെ വീട്ടിൽ പിന്നെ കൊണ്ടുപോകുന്ന സാധനം മോശമായതുകൊണ്ടോ എനിക്കറിയില്ല. ഏതായാലും എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള മണ്ണിൻ്റെ ടൈൽ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതൊരു മണ്ണാണ്, വെള്ളം കുടിക്കുന്നില്ല എൻ്റെ ഇത് മണ്ണല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ മണ്ണിൻ്റെ ടൈൽ തന്നെ ക്ലേ ടൈൽ ഉപയോഗിക്കുന്ന ആൾ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. കുറച്ച് വില കൂടിയ ടൈലോ വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് മണ്ണിലാന്ന് പറഞ്ഞ് തരുന്നുണ്ട്. വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ക്ലേ ടൈലാണ് വെള്ളം കുടിക്കും, അത് മനസ്സിലാക്കുക. സിമെൻറ്റിൽ മാത്രം ലേ ചെയ്യുക. പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരിക്കലും ഇപ്പോക്സി സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഗ്യാപ്പ് ഫില്ല് ചെയ്യലും സിമെൻറ്റിൽ റെഡ് ഓക്സൈഡ് ഉപയോഗിച്ചതിന് ശേഷം തേച്ച് പിടിപ്പിച്ചിട്ട് ചെരുപ്പിൻ്റെ റബ്ബറിൻ്റെ പാർട്സ് കൊണ്ട് തേച്ച് പിടിപ്പിച്ച് ചെരുപ്പിൻ്റെ പഴയ ഹവായി ചെരുപ്പൊക്കെ ഇട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് തുടച്ചെടുക്കുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ശരിക്കും എൻ്റെ പേഴ്സണൽ രീതി. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ആ ടൈല് കംപ്ലീറ്റ് വെള്ളം അബ്സോർബ് ചെയ്തതിന് വെള്ളം കുടിക്കാത്ത സമയത്ത് മാത്രമേ ഇത് ലേ ചെയ്യാവൂ. പിന്നെ സിമെൻറ്റ് ഒരിക്കലും ഈ ഒരു ടൈല് സിമെൻറ്റിലെ വെള്ളം വലിച്ചെടുക്കില്ല, കാരണം ഓൾറെഡി അത് നനഞ്ഞ് കിടക്കുകയാണല്ലോ. അതല്ലാതെ നിങ്ങൾ വിരിച്ചു കഴിഞ്ഞാൽ ആ സിമെൻറ്റിലെ വെള്ളം മുഴുവൻ ഈ ടൈല് വലിച്ചെടുക്കുകയും ഈ ടൈല് വൈറ്റ് കളറിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. അതാണ് ഒരുപാട് ആളുകൾ എനിക്ക് പിന്നെ വിളിച്ചിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് ഈ 2 ടൈലിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോ ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.